ചേട്ടനോടുള്ളതാണോ? ഞാൻ ഇവിടെ ഉള്ള മോനെ നല്ല കണ്ടുപരിചയം, ബാബുവിന്റെ മരുവൻ. അതെ, അച്ഛനറിയോ? പിന്നെ എനിക്ക് കണ്ടപ്പോഴേ തോന്നി. പിന്നെ കുറച്ച് നേരമായില്ല അവിടെ ഇവിടെ കിടന്ന് കറങ്ങുന്നു. ചേട്ടാ ഞാൻ ഒരു ചെടി തപ്പിയോ, കൊടകൻ എന്ന് പറഞ്ഞ ചെടി, മറ്റേ അരച്ച് കലക്കി മറ്റേ. അത് ഇവിടെ കിട്ടും, അതിനൊക്കെ സ്പെഷ്യൽ സ്ഥലമുണ്ട്. അതെവിടെ? ഞാൻ കാണിച്ചു തരാം. ബാബുവിന്റെ നമ്മള് എങ്ങോട്ടാണോ? നേരെ നേരെ നേരെ. ഇത് വല്ലതും ആണോ ചേട്ടാ കൊടകൻ? വീട്ടേട്ടാ പൊന്നെ ബാബുവിന് കിട്ടിയത് പൊട്ടറായി പോയല്ലോ. ഇതൊന്നും അല്ല, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇതാണ് മോനെ കൊടകൻ. ദേ കൊണ്ടുപോയി അരച്ചു കൊടു, എല്ലാ അസുഖം മാറിക്കോളും. ചേട്ടാ ഫോണിൽ കണ്ട ഇതല്ലല്ലോ. എടാ അത് നീ കണ്ടത് മൂത്തത്, ഇത് എളുപ്പം. അപ്പൊ അരച്ചു കൊടുത്താൽ പിന്നെ അസുഖം മാറി വെച്ചാൽ പോരെ, അതാണോ വേണ്ടത്? അതാ വേണ്ട. പീറ്ററേട്ടാ നല്ലൊരു മനുഷ്യനാട്ടോ, എല്ലാരും പറയും. എൻ്റെ വൈഫും വീട്ടുകാരും നാട്ടുകാരും എല്ലാരും പറയും. മോനൊരു കാര്യം അറിയോ? മോൻ്റെ വീടിൻ്റെ അടുത്തുള്ള സുഭാഷ് വലയിടുന്നത്, മീൻ പിടിക്കാൻ പോകും. ഒരു ദിവസം നെഞ്ചും തിരുമ്പി നിൽക്കുക. ഞാൻ ചോദിച്ചു എന്നാ പറ്റടാ? അവൻ പറഞ്ഞു ചേട്ടാ പിള്ളേർ പട്ടിണിയാണ്, വലയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എടാ ഇവിടെ പീറ്ററേട്ടനുള്ളപ്പോൾ നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞു എടുക്കടാ, വല എടുക്കടാന്ന് പറഞ്ഞു. പാടാന്ന് പറഞ്ഞു. ഞങ്ങളൊരു 10 മീറ്റർ നടന്നു. ഞാൻ കാണിച്ചു, ചൂണ്ടിക്കാണിച്ചു. ദേ അവിടെ വീശാന്ന് പറഞ്ഞു. ഏത് അവിടെ വീശാൻ പറഞ്ഞു. നമ്മളെ ഇറക്കണ അവൻ കേട്ട് എന്നാ കിട്ടിയെന്നറിയോ? മീൻ കിട്ടി കാണാം, 1/2 ബക്കറ്റ് മീൻ കിട്ടി. അറിയോ? ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ജീവിതമാണ്, സന്തോഷമാണ്, എനിക്ക് ഭയങ്കര ചേട്ടൻ ഭയങ്കര ദൈവം പോലാണ്. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട പീറ്റർ ചേട്ടൻ, ഇതൊക്കെ ഒരു സന്തോഷം, മനസ്സിലായോ? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് പോയേക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, വന്നതല്ലേ ആ ബക്കറ്റ് നിറക്കി, എൻ്റെ പിള്ളേരും ഇവിടെ പട്ടിണി കിടക്കുക, നിറയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ദേ അവിടെ അടുത്ത സ്ഥലം കാണിച്ചു, അവിടെ വീശണമെന്ന് പറഞ്ഞു. രണ്ടാമതും വീശിപ്പിച്ച് പൊക്കിയെടുത്തപ്പോഴാണ് പ്രശ്നമായത്. ആ വല ഇങ്ങനെ പൊക്കിയെടുത്തപ്പോൾ ഉണ്ടല്ലോ, മോൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഇപ്പോഴത്തെ തൂക്കത്തിന് ഒരു 15 പവന്റെ മാല വിത്ത് താലി. അവൻ പറഞ്ഞു ചേട്ടാ നമ്മൾ രക്ഷപ്പെട്ടു, അയ്യോ ഇപ്പോഴത്തെ വില പറഞ്ഞതേ ഈ സാധനം നമുക്ക് വേണ്ട, നമ്മുടെ സ്വത്തല്ല, അന്യൻ്റെ. 15 അല്ല 20 അല്ല, 1 കിലോ ആണേലും കളയടാന്ന് പറഞ്ഞു. നിനക്ക് മീൻ കിട്ടിയില്ലേ, കൊണ്ടുപോയി, നമ്മുടെ വല്ലാത്തൊന്നും വേണ്ട. ഞങ്ങൾ കളഞ്ഞ് ഒരു 15 മീറ്റർ മുന്നോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ശാന്തമ്മ, അറിയോ അപ്പുറത്തെ വീട്ടില്, ശാന്തമ്മ ഇങ്ങനെ കിടന്ന് കരച്ചില്ല, അയ്യോ എൻ്റെ താലിമാല പോയേ. എന്നാ ചെയ്യും, നല്ല ഇരുട്ടാ. അവൻ എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു എടുക്കടാ വല, വീശടാ അവിടെ നിന്ന്. ഏത് അവിടെ തന്നെ വീശിപ്പിച്ചിട്ടുണ്ടല്ലോ ആ വല, അതുപോലെ എടുത്ത് ശാന്തമ്മ കരച്ചില്ല. ദേ ഇതിനകത്ത് 5 മാല ഇരിപ്പുണ്ട്. നിങ്ങളുടെ മാല ഏതാ, ടൈപ്പ് ഏതാ, താലി ഏതാന്ന് നോക്കിയിട്ട് എടുക്കുക, ബാക്കി 4 തൊട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. എങ്ങാണ്ടൊന്ന് പോച്ചയും പറിച്ചോണ്ട് വന്നിട്ട് അവന്റെ ഒരു കൊടകൻ.